പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഇൻ എ സർക്കിൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ത്രൂ ടു പോയിന്റ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് അറ്റ് ദീസ് പോയിന്റ്സ് ആർ സപ്ലിമെൻ്ററി. അതായത് ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങൾ തമ്മിലുണ്ടാക്കുന്ന കോണും അതേ ബിന്ദുക്കളിലൂടെയുള്ള ടാൻജൻസുകൾ തമ്മിലുണ്ടാക്കുന്ന കോണും സപ്ലിമെൻ്ററി ആയിരിക്കും, അനുപൂരകങ്ങളായിരിക്കും. അവയുടെ തുക 180 ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മറ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇൻ ദ പിക്ചർ the small triangle is equilateral. The sides of the large red triangles are tangent to the circumcircle of the small triangle at its vertices. Prove that the large triangle is also equilateral and its sides are double those of the small triangle. And the second part പറയുന്നത് എന്താണ്? Draw this picture with the sides of the small triangle 3 centimeters. മലയാള ഭാഗം നോക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിലെ ചെറിയ നീലത്രികോണം സമഭുജമാണ്. അതിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ചുവന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ. വലിയ ത്രികോണം സമഭുജമാണെന്നും അതിൻ്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 2 മടങ്ങാണെന്നും തെളിയിക്കാം. ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഈ ചിത്രം വരയ്ക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുക. ആദ്യം ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളാണിത്. ഇക്വലേറ്റർ ട്രയാങ്കിൾ നമുക്കറിയാം, സമഭുജ ത്രികോണം. 3 വശങ്ങൾ തുല്യമാണ്, 3 കോണുകൾ തുല്യമാണ്, ഓരോ കോണുകളും 60 ഡിഗ്രി വീതമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ പരിവൃത്തം സർക്കം സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് മഞ്ഞ കളറുള്ള, ഇതാണ് ഇതിൻ്റെ സർക്കം സർക്കിളാണ്. ഇനി ഇതിൻ്റെ ഓരോ ശീർഷങ്ങളിലൂടെയും ഇതിൻ്റെ ടാൻജൻസ് വരയ്ക്കുന്നു, തൊടുവരകൾ വരയ്ക്കുന്നു. ഈ വൃത്തത്തിന് തൊടുവരകൾ വരയ്ക്കുന്നു. എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും തൊടുവരകൾ വരയ്ക്കുന്നു. ബിയിലൂടെ വരച്ചു, സിയിലൂടെ വരച്ചു, എയിലൂടെ വരച്ചു. ഇപ്പോൾ കിട്ടിയതാണ് വലിയ ത്രികോണം. നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ഈ വലിയ ത്രികോണവും സമഭുജ ത്രികോണമാണ്, അല്ലെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് വലിയ ത്രികോണത്തിൻ്റെ ഓരോ വശവും ചെറിയ ത്രികോണത്തിൻ്റെ 2 മടങ്ങാണെന്ന് തെളിയിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചെറിയ ത്രികോണത്തിൻ്റെ ഒരു വശം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഈ ചിത്രം പൂർത്തിയാക്കുക. അപ്പോൾ ആദ്യം നോക്കുക നമുക്ക്. ഇപ്പോൾ ഈ ത്രികോണം എന്താണ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം ഓർമ്മ വരിക. ഇതിൻ്റെ 2 റേഡിയസ് ജോയിൻ ചെയ്യുക. ഇവിടെ വൃത്ത കേന്ദ്രം O ആണ്. ഓയും ഇതിലെ ബിന്ദുക്കളും നമ്മൾ യോജിപ്പിക്കുക. നമുക്ക് നോക്കൂ, OA OB ഇവിടെ ജോയിൻ ചെയ്തു. OA OB ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം 120 ആണ്, 120 ആണ്. കാരണം ഈ AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണാണ്, സെൻട്രൽ ആംഗിളാണ് 120. ഇത് 60 ആയതുകൊണ്ട്, ആംഗിൾ C 60 ആയതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ. ഇത് 60 ആയതുകൊണ്ടാണ് ഇത് 120 കിട്ടിയത്. അതറിയാലോ. ഒരു ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണ് അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് 60 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വേറൊരു റിസൾട്ട് പഠിച്ചിരുന്നു. നോക്കൂ, AOBP ഒരു ക്വാഡ്രിലേറ്റർ ആണ്, ഒരു ചതുർഭുജമാണ്. അതിൽ നോക്കൂ, AB വൃത്തത്തിലെ ബിന്ദുക്കളാണ്, 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആൻഡ് O is എ സെന്റർ ആണ്. P എന്താണ്? ഈ ടാൻജൻസ് തമ്മിൽ ജോയിൻ ചെയ്ത പോയിന്റാണ്, മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് P അല്ലേ. ടാൻജൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് P. ഇപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങൾ തമ്മിലുള്ള കോണും അതേ ബിന്ദുക്കളിലൂടെയുള്ള ടാൻജൻസ് തൊടുവരകൾ തമ്മിലുള്ള കോണും സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇത് 120 ആണെങ്കിലോ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ 2 കോണുകളും ആംഗിൾ ഒയും ആംഗിൾ പിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ആംഗിൾ P എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. നോക്കൂ, ആംഗിൾ P 60 ഡിഗ്രി എന്ന് കിട്ടി. ഇതേ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ആംഗിൾ R 60 എന്ന് കിട്ടും, ആംഗിൾ Q എന്നും 60 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ വലിയ ട്രയാങ്കിൾ അതും ഒരു സമഭുജ ത്രികോണമാണ്, അതും ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ വശങ്ങൾ ആദ്യത്തെ ഉള്ളിലെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ ഇരട്ടിയാണെന്ന് വിളിക്കണം.
ഈ ചെറിയ പച്ച ത്രികോണത്തിന്റെ ഒരു വശം സ്മോൾ ലെറ്റർ എക്സ് ആണെന്ന് വിചാരിക്കുക, എ ബിയുടെ നീളം എക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കുക, ട്രയാങ്കിൾ എ ഒ ബിയിൽ എഒയും ബിഒയും ഈക്വൽ ആണ്. എഒ ഈസിക്കൽ ബിഒ ആയതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ഒരു ആംഗിൾ 120 ആണ് അല്ലെ, ആംഗിൾ ഒ 120 ആണ്. അപ്പോൾ ആംഗിൾ അറ്റ് എയും ആംഗിൾ അറ്റ് ബി എത്രയായിരിക്കും? ബാക്കി 180 120 കുറച്ച് 60 ഉള്ളത്, 60ന്റെ പകുതി വീതമായിരിക്കും. ഇത് 30, ഇത് 30 അല്ലെ. ആംഗിൾ എ ഒ ബി എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ അറിയാം അല്ല, ഒ എ പി എന്ന ആംഗിൾ നോക്കൂ. ഒ എ ഒരു റേഡിയസ് ആണ്, എ പി എയിലൂടെയുള്ള ടാൻജന്റ് ആണ്. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള റേഡിയസും അതേ ബിന്ദുവിലൂടെയുള്ള തൊടുവരയും പരസ്പരം ലംബമായിരിക്കും. അപ്പൊ ഈ മൊത്തം ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൽ ഈ ആംഗിൾ 30 പോയി കഴിഞ്ഞാലോ ആംഗിൾ പി എ ബി എന്ന് പറയുന്നത് 60 ആയിരിക്കും. ആംഗിൾ പി എ ബിയുടെ അളവ് 60 എന്ന് കിട്ടും. ഇതേപോലെ ഈ ആംഗിളും 60 എന്ന് കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ എ പി ബി ഒരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഈ സൈഡ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡുകളും എക്സ് ആയി മാറും. ഈ സൈഡ് എക്സ് എന്ന് കിട്ടും. അതേപോലെ ഈ മേലെയുള്ള മൂലയിലെ എ സി ആറും സമഭുജ ത്രികോണം തെളിയിക്കാം. ബി സി ക്യു ഇതും ഒരു സമഭുജ ത്രികോണം തെളിയിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും എക്സ് ആയിരിക്കും. അപ്പോൾ ഈ വലിയ ത്രികോണത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഇവിടം വരെ എക്സ്, ഇങ്ങോട്ട് എക്സ്, ഇവിടെ പി ബിയുടെ നീളം എക്സ്, അതുപോലെ തന്നെ ബി ക്യൂയുടെ നീളം എക്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മൊത്തം നീളത്തിലായിരിക്കും. വലിയ ത്രികോണത്തിന് ഒരു വശം 2x ആണ്. ആദ്യത്തെ ത്രികോണത്തിന്റെ ഇരട്ടിയാണെന്ന് കിട്ടും. നമുക്ക് ഇതേപോലെ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാം? ആദ്യം 3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇത് വരയ്ക്കാൻ നമുക്കറിയാം. ആദ്യം 3 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. കോമ്പസിൽ അകലമെടുത്ത് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പുറ വശത്ത് കുത്തി ഇപ്പുറ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ മറ്റൊരു ആർക്ക് കട്ട് ചെയ്യുക. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബിന്ദുവിനെ ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ, ഇപ്പോൾ 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇതിൻ്റെ സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം, അതിന് സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും 2 വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമവാരിയാണ് വരയ്ക്കേണ്ടത്. അത് കോമ്പസ് ഉപയോഗിക്കാം. രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുക. ഇവിടെ കുത്തുക. ആർക്ക് കട്ട് ചെയ്യുന്നതിനെ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. അതുപോലെ മറ്റൊരു വശത്തിൻ്റെയും ലംബ സമവാരി വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ ലംബ സമവാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം. കോമ്പസ് കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് പരിവൃത്തം കിട്ടി, സർക്കിൾ കിട്ടി. ഇനി ഈ ഓരോ ശീർഷങ്ങളിലൂടെയും ഇതിന് ലംബം വരയ്ക്കുക. വൃത്തകേന്ദ്രവും ഈ മൂലകളും നമ്മൾ യോജിപ്പിക്കുക. അപ്പോൾ ഒരു ആരമാണ് കിട്ടുക. ഈ ആരത്തിന് ഈ ബിന്ദുവിലൂടെ ലംബം വരയ്ക്കുക. അതുപോലെ മറ്റ് 2 സൈഡും വരച്ച് ഇത് പൂർത്തിയാക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. വലിയ പ്രയാസമൊന്നുമില്ല. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പിക്ചർ ഷോസ് ദ ടാൻജൻസ് അറ്റ് 2 points on a circle and the radii through the points of contact. Prove that the tangents have the same length. Second part, to prove that the line join the center and the point where the tangents meet bisect the angle between the radii. Third part കൂടി ഉണ്ട്. Prove that this line is the perpendicular bisector of the chord joining the points of contact. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. വൃത്തകേന്ദ്രമാണ്. വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ് എ ബി. അവയിലൂടെയുള്ള തൊടുവരകളാണ് പി എയും ബി ബിയും. ആരങ്ങളാണ് ഒ എ ഒ ബി. നമുക്ക് തെളിയിക്കേണ്ടത് പി എ ഈക്വൽ ടു പി ബി എന്ന് തെളിയിക്കണം. അതിനായിട്ട് പി ഒ അങ്ങ് യോജിപ്പിക്കുക. പി ഒ ജോയിൻ ചെയ്യുക. ജോയിൻ ഒ പി.
അല്ലെ, ഒ പി ജോയിൻ ചെയ്തു. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, പി എ ഒയും പി ബി ഒയും. ഈ പി എ ഒയും പി ബി ഒയും ശ്രദ്ധിക്കുക, ഇവയുടെ എയിലെ കോണും ബിയിലെ കോണും തുല്യമായിരിക്കുക, മട്ട കോണുകളായിരിക്കും. കാരണം എന്താണ്? ആരവും തൊടുവരയും പരസ്പരം ലംബമാണ് അല്ലെ, റേഡിയസും ടാൻജന്റും. ഇവിടെ റേഡിയസും ടാൻജന്റ് എന്താണ്? ഇതേപോലെ ഇവിടെയും റേഡിയസ് അല്ലെ, ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഇവ പരസ്പരം ലംബമാണ്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും. ട്രയാങ്കിൾ ഒ എ പി, ട്രയാങ്കിൾ ഒ ബി പി, ഇവയിൽ ഒരു കോണ് 90 ഡിഗ്രിയാണ്, മട്ടകോണാണ്. ഇനി നമുക്ക് ഒ പി ഈസ് കോമൺ സൈഡാണ്, ഒ പി ഈസ് എ കോമൺ സൈഡാണ് അല്ലെ. ഈ രണ്ട് ത്രികോണത്തിനും പൊതുവായ വശമാണ്. ഒ എ ഒ ബിയും ആരങ്ങളായതുകൊണ്ട് അതും തുല്യമാണ്. ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി എന്ന് കിട്ടി അല്ലെ, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഒരു മട്ട ത്രികോണത്തിന്റെ കർണം രണ്ട് വശത്തിനും ഇവിടെ തുല്യമാണ്, കൂടാതെ മറ്റൊരു വശം ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ തുല്യമായിരിക്കും, സമാന കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ രണ്ട് വശങ്ങൾ ഇവിടെ തുല്യം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ വശം ഇവിടെ തുല്യമായിരിക്കും. അത് പി എ ഈസ് ഈക്വൽ ടു പി ബി എന്ന് കാണാം. പി എ സമം പി ബി എന്ന് കിട്ടും. ഈ വശങ്ങൾ തുല്യമാണ്. ഇനി തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. പി എ തുല്യമാണ്, പി ബി തുല്യമാണ്. പി എക്കെതിരെയുള്ള കോണാണ് ആംഗിൾ എ ഒ പി, പി ബിക്കെതിരെയുള്ള കോണാണ് ആംഗിൾ ബി ഒ പി. അതായത് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഒ പി ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ആണ്. അതായത് റേഡിയസുകൾക്കിടയിലുള്ള കോണിനെ ഒ പി എന്ന വര ബൈസെക്ട് ചെയ്യുന്നു. ദി ലൈൻ ജോയിനിങ് മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി ടാൻജന്റ് ആൻഡ് സെന്റർ ഓഫ് ദ സർക്കിൾ ബൈസെക്ട് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയസ് അല്ലെ, റേഡിയൻ ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൻ. ആരങ്ങൾക്കിടയിലുള്ള കോണിനെ തൊടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വൃത്തകേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുന്ന വര സമഭാഗം ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. സോ പി ഒ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഒ ബി. ഇതാണ് അതിൻ്റെ ആദ്യ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. ഇതേ ചിത്രം തന്നെ ഇവിടെ വേറൊരു ലൈനും കൂടെ കാണുന്നുണ്ട്, എ ബി. എ ബി ഇസ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ടാൻജന്റ് വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ച വരെയാണ് എ ബി. ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് പി ഒ ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് തെളിയിക്കണം. അതായത് ലൈൻ ജോയിനിങ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി ടാൻജന്റ് ആൻഡ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ബൈസെക്ട് ദി കോഡ് ജോയിനിങ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഈ തൊടുവരകൾ വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന കോഡിനെ തൊടുവരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വൃത്തകേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുന്ന വര ബൈസെക്ട് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ലംബ സമഭാജിയാണെന്നാണ് തെളിയിക്കേണ്ടത്. അത് എങ്ങനെയാണ് തെളിയിക്കുന്നത് നോക്കാം നമുക്ക്. നോക്കൂ, ഇവിടെ ത്രികോണം എ ഒ ബി എന്ന ത്രികോണം നോക്കൂ. ഈ പി ഒ എന്ന വര ഇതിനെ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുന്നുണ്ട്. എ സി ഒയും ബി സി ഒയും ഇത് രണ്ട് തുല്യ ത്രികോണങ്ങളാണ് തെളിയിച്ചാൽ മതി. എന്ന് നോക്കാം നമുക്ക്. ഒ എ ബി ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഒ എ ബി ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താണ്? എ ഒ ഈസ് ഈക്വൽ ടു ബി ഒ ആണ്. എ ഒയും ബി ഒയും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു സിംഗിൾ ലൈൻ കൊണ്ട് അടയാളം അല്ലെ. എ ഒ ഈസ് ഈക്വൽ ടു ബി ഒ ആണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും അല്ലെ. ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ആംഗിൾ മഞ്ഞ അടയാളത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ ആയിരിക്കും. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. കൂടാതെ നമ്മൾ നേരത്തെ തെളിയിച്ചു എന്താണ്? ഒ പി എന്ന വര ഇതിന്റെ റേഡിയസുകൾക്കിടയിലുള്ള കോണിനെ തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് അല്ലെ. അത് പി ഒ ഇസ് ദി ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഒ ബി. എ ഒ ബി എന്ന കോണിന്റെ സമഭാജിയാണ്, കോൺ സമഭാജിയാണ് പി ഒ. അതുകൊണ്ട് ഈ ആംഗിളും രണ്ടാമത്തെ ജോഡിയും തുല്യമാണ്. നോക്കൂ, എ സി ഒ ബി സി ഒ എന്ന ട്രയാങ്കിളിൽ എ ഒ ഇസ് ഈക്വൽ ടു ബി ഒ ആണ്. എ ഒയും ബി ഒയും തുല്യമാണ്. എ ഒയിലെ ഒരു കോണായ ഈ മഞ്ഞ അടയാളത്തിലുള്ള കോണും ഇതിന് തുല്യമാണ്. മറ്റൊരു ജോഡി തുല്യമാണ്. അപ്പോൾ ഒരു
വശവും ആ വശത്തെ രണ്ട് കോണുകളും ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഒരു വശത്തിനും രണ്ട് കോണുകൾക്ക് തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അതായത് ACOയും BCOയും തുല്യ ത്രികോണങ്ങളാണ്. ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ BOC ആർ ഈക്വൽ ട്രയാങ്കിൾസ്. തുല്യ ത്രികോണങ്ങളാണെങ്കിലോ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ തുല്യമായിരിക്കും, സമാന കോണുകളും തുല്യമായിരിക്കും. സമാന വശങ്ങൾ തുല്യമായിരിക്കും, സമാന കോണുകളും തുല്യമായിരിക്കും. ഇതിന്റെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ഈ കോണിനെതിരെയുള്ള വശം AC ആണ്, ഈ കോണിനെതിരെയുള്ള വശം BC ആണ്. അപ്പൊ AC = BC. കൂടാതെയോ ആംഗിൾ ACO = ആംഗിൾ BCO എന്ന് കിട്ടി. ഇവിടെ നോക്കൂ, ആംഗിൾ ACOയും BCOയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ, കൂട്ടിയാൽ എത്രയാണ്? 180 ആണ് കിട്ടുന്നത്. ഇതൊരു ലീനിയർ പെയർസ് ആണ് അല്ലെ, ലീനിയർ പെയർ ആണ്. ഇതൊരു ലീനിയർ പെയർ ആയതുകൊണ്ട് ഇതിന്റെ സം ഈ രണ്ട് കോണുകൾ കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. ആംഗിൾ ACO പ്ലസ് ആംഗിൾ BCO = 180. ഈ രണ്ട് കോണുകൾ തുല്യമാണ്, രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഒന്ന് എത്ര വീതമായിരിക്കും? 90 വീതമായിരിക്കും. ആംഗിൾ ACO = ആംഗിൾ BCO = 90 എന്ന് കിട്ടി. അതായത് AC = BCO ആണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയുമാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? BO ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു, തുല്യ പകുതികളാക്കി മാറ്റുന്നു. ഈ കോൺ 90 ആയതുകൊണ്ടോ അത് പെർപെൻഡിക്കുലറുമാണ്. സോ PO ഈസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB എന്ന് കിട്ടി. അടുത്ത നോക്കുക. Prove that the quadrilateral with the sides as the tangents at the ends of a pair of perpendicular chords of a circle is cyclic. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, see the problem 7 in the section chord, angle and arc of the chapter circles. What sort of quadrilateral do we get if one chord is the diameter and if both chords are diameters? ഇവിടെ നോക്കുക, ഒരു സർക്കിൾ O കേന്ദ്രമായിട്ട് ഒരു സർക്കിളാണ്. സർക്കിളിലെ പരസ്പര ലംബമായ പെർപെൻഡിക്കുലറായ രണ്ട് കോഡ്സ് ആണ് QSഉം PRഉം. അതിൻ്റെ എൻഡ് പോയിന്റ്സിലൂടെ വരച്ച ടാൻജന്റ് ചേർന്നിട്ടുണ്ടായ ഒരു ക്വാഡ്രിലേറ്റർ ആണ് ABCD. നമുക്ക് തെളിയിക്കേണ്ടത് ABCD സൈക്ലിക് ആണെന്നാണ് തെളിയിക്കേണ്ടത്. ABCD സൈക്ലിക് ആണ് തെളിയിക്കാൻ എളുപ്പം തന്നെ ഓപ്പോസിറ്റ്സ് ആംഗിൾ അല്ലെ, സം ഓഫ് ദി ഓപ്പോസിറ്റ്സ് ആംഗിൾ 180 എന്ന് തെളിയിച്ചാൽ മതി. ഇതിന്റെ എതിർ ശീർഷ കോണുകളുടെ തുക 180 ആണ് തെളിയിച്ചാൽ മതി. അതായത് വി വാണ്ട് ടു പ്രൂവ് ആംഗിൾ D പ്ലസ് ആംഗിൾ B = 180 തെളിയിക്കണം. എതിർ കോണുകളുടെ തുക 180, എതിർ ശീർഷ കോണുകളുടെ തുക 180 എന്ന് തെളിയിച്ചാൽ മതി. ആംഗിൾ D പ്ലസ് ആംഗിൾ B = 180 എന്നാണ് തെളിയിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ടാൻജൻസ് വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ PSRQ അല്ലെ, PQRS ഈ 4 ബിന്ദുക്കളുണ്ട്. അവയെ വൃത്ത കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ച് നോക്കൂ. ഇതൊക്കെ റേഡിയസ് ആണ്. OP, OQ, OR, OS. ഇവിടെ നോക്കുക, ആദ്യം നോക്കുക ഈ POQD. ഈ POQD എന്താണ്? ഒരു ക്വാഡ്രിലേറ്റർ ആണ്, ഒരു ചതുർഭുജമാണ്. ഈ ചതുർഭുജം ഉണ്ടായിരിക്കുന്നത് P and Q are points on the circle. O is the center and D is the meeting points of the tangents through P and Q. അപ്പോൾ നമുക്കറിയാം, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളും അവയിലൂടെയുള്ള ആരങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ്. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളും വൃത്തകേന്ദ്രവും ആ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവും ചേർന്നുണ്ടാകുന്ന ചതുർഭുജം സൈക്ലിക് ആണ് അല്ലെ. അത് ഒരു ചക്രീയ ചതുർഭുജമാണ്. ഇവയുടെ എതിർ ശീർഷ കോണുകൾ 180 ആയിരിക്കും അല്ലെ. ഇത് രണ്ടും കൂടെ കോൺ Oയും കോൺ Dയും കൂടെ കൂട്ടിയാൽ 180 എന്ന് കിട്ടും. അതായത് കോൺ D പ്ലസ് കോൺ POQ = 180 എന്ന് കിട്ടും. അതിൽ കോൺ ഈ Oയുടെ അളവ് 2x ആണെങ്കിൽ അല്ലെ, ഇവിടെ Oയുടെ അളവ് അതായത് POQ എന്ന കോണിന്റെ അളവ് 2x ആണെങ്കിൽ കോൺ Dയുടെ അളവ് 180 - 2x ആയിരിക്കും. ആംഗിൾ POQ = 2x ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കോൺ D = എത്രയായിരിക്കും? 180 - 2x എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ വശത്ത് നോക്കൂ,
ഈ രണ്ട് ആരങ്ങളും ഈ രണ്ട് തൊടുവരകളും കൂടി ചേർന്ന് പുതിയൊരു ചതുർഭുജം കിട്ടും നമുക്ക്. ഇവിടെ ഒരു ഓറഞ്ച് കളറിലുള്ള ചതുർഭുജം കാണാം. അവിടെയും ഇതേ കണ്ടീഷൻ ആണ്. എന്താണ്? രണ്ട് ആരങ്ങൾ, വൃത്തകേന്ദ്രം, വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ, അതുപോലെ തൊടുവരകൾ ചേരുന്ന ബിന്ദു ബി, ഇവ ചേർന്നുണ്ടാകുന്ന ചതുർഭുജമാണ് OSBR. ഇവിടെയും ഇതൊരു സൈക്ലിക് ആണ്. അതുകൊണ്ട് ആംഗിൾ O പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. SBRO ആംഗിൾ B പ്ലസ് ആംഗിൾ SRO ഈസ് ഈക്വൽ ടു 180. ഇതിൽ ഈ ആംഗിൾ നമുക്ക് 2y എന്ന് എടുക്കുകയാണെങ്കിൽ, 2y എടുക്കുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 2y ആയിരിക്കും. ഈ ആംഗിൾ 180 മൈനസ് 2y ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടതാണ് ആംഗിൾ D പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഒരു വര കൂടി യോജിപ്പിക്കാൻ പോണ്. QR എന്ന വര കൂടി യോജിപ്പിക്കുന്നു. QR ഈ വര കൂടി യോജിപ്പിക്കുന്നു. QR യോജിപ്പിക്കാൻ കാരണം നോക്കിക്കോളൂ. ഇവിടെ PQ എന്ന ചാപം, PQ എന്ന ആർക്ക് കാണാം. PQവിന്റെ കേന്ദ്ര കോൺ ഇവിടെ നോക്കിയാൽ അറിയാം 2x ആണ്. ആ PQവിന്റെ മറുചാപത്തിലെ ഒരു കോണാണ് ആംഗിൾ PRQ. കാണുന്നുണ്ടാവും PRQ, ഈ കോണ് അല്ലെ PRQ. ഇത് 2x ആണെങ്കിൽ PRQവിന്റെ അളവ് x ആയിരിക്കും, ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ. PRQവിന്റെ അളവ് x ആയിരിക്കും. ഇവിടെ കാണുന്നുണ്ട് ഇത് x ആണ് അല്ലെ. അതേപോലെ തന്നെ നോക്കൂ, അതുപോലെ തന്നെ നോക്കൂ SR എന്ന ചാപം നോക്കൂ. SR എന്ന ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ കോണ് അല്ലെ, ആംഗിൾ SOR. അതിന്റെ അളവ് നമ്മൾ 2y എന്നാണ് കിട്ടിയത് അല്ലെ. അതേ ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ കോണ്. കണ്ടോ, ഇവിടെ കാണാം SQR. ഇത് 2y ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് y ആയിരിക്കും. ഇത് y എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കൂ, TQR എന്ന ട്രയാങ്കിൾ. TQRല് ഇതൊരു മട്ടത്രികോണാണ്. കാരണം നമ്മൾ എന്താണ്, പരസ്പരം ലംബമായ രണ്ട് ഞാണുകളാണിത് അല്ലെ. രണ്ട് കോണുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ മട്ടത്രികോണത്തിൽ ഈ ഒരു കോണ് x, ഇത് കോൺ y. ഇത് 90 ആയതുകൊണ്ട് ഇനി ബാക്കി നോക്കൂ, ഈ മട്ടത്രികോണം നോക്കൂ. ഈ മട്ടത്രികോണം ഈ ടീയിലെ കോൺ 90 ആണ്. ബാക്കി രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? x പ്ലസ് y 90 ആയിരിക്കും. x പ്ലസ് y ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, നമുക്ക് തെളിയിക്കുന്നതാണ് ആംഗിൾ B പ്ലസ് ആംഗിൾ D ആണ് തെളിയിക്കേണ്ടത്. ആംഗിൾ B പ്ലസ് ആംഗിൾ B എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞാൽ ആംഗിൾ ഡിയുടെ അളവ് 180 മൈനസ് 2x ആണ്. ആംഗിൾ ബിയുടെ അളവ് 180 മൈനസ് 2y ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 180 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇതിലിപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വില നമുക്ക് കിട്ടി എത്രയാണ്? 90 എന്ന് കിട്ടി അല്ലേ. ഇവിടെ 90 എന്ന് കിട്ടി. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ 360 മൈനസ് 2 ഇൻറ്റു 90. 2 ഇൻറ്റു 90 180. 360 നിന്ന് 180 കുറച്ചാൽ 180 എന്ന് കിട്ടി. അതായത് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180. സോ ദിസ് ക്വാഡ്രിലേറ്റർ ഈസ് സൈക്ലിക്. ഇത് ചെയ്ത് പഠിക്കുക. കുറേ വരകളൊക്കെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരും. എങ്കിലും ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കുക. ഇതിൻ്റെ അടുത്ത പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോഡുകളിൽ ഒന്ന് വ്യാസമാണെങ്കിൽ, ഡയമീറ്റർ ആണെങ്കിൽ കിട്ടുന്ന രൂപത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കൂ, ഇതിൽ ഈ വര ഡയമീറ്റർ ആണ്, കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന കോഡാണ്. ഇത് മറ്റേ കോഡ് ഇതിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു വ്യാസത്തിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ രണ്ടഗ്രങ്ങളിലൂടെയുള്ള തൊടുവരകൾ സമാന്തരമാണെന്ന് പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? ഈ വ്യാസവും അതിലൂടെയുള്ള തൊടുവര എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് സമാന്തരമായിരിക്കും. അപ്പോൾ ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ജോഡി എതിർവശങ്ങൾ പാരലാണ് അല്ലേ. അങ്ങനെയുള്ള രൂപങ്ങൾ എന്തായിരിക്കും? ലംബകമായിരിക്കും അല്ലെ, ട്രപ്പീസ്യമായിരിക്കും. ഈ രൂപം ഒരു ട്രപ്പീസ്യമായി മാറും. ഇതിൽ ഒരെണ്ണം, ഈ രണ്ട് കോഡുകളിൽ ഒന്ന് ഡയമീറ്റർ ആണെങ്കിൽ ഇതൊരു ട്രപ്പീസ്യമായി മാറും. ഇനി രണ്ടും ഡയമീറ്റർ ആണെങ്കിലോ ഇതിനെയും കൂടെ പിടിച്ചാൽ നമുക്ക് സെൻട്രലോട്ട് കൊണ്ടുവരാം. സെൻട്രലോട്ട് വരുമ്പോൾ എന്തായി മാറി? നോക്കൂ, പരസ്പരം പെർപെൻഡിക്കുലർ ആയ രണ്ട് ഡയമീറ്റർ അതിന്റെ അഗ്രങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു സമചതുരമായി മാറും അല്ലെ, സമചതുരമായി മാറും. ഈ കാര്യം കൂടി ഓർക്കുക.